പുരാതന കാലം മുതൽ നമ്മുടെ വീടുകളിൽ സമ്പത്തും ഐശ്വര്യവും ഉമിഞ്ഞു കൂടാനായി അത് വരുമെന്ന് പ്രത്യാശിക്കുന്ന ഒരുതരം പെട്ടിയുണ്ട്, ആമാടപ്പെട്ടി. അത് പണിയുന്ന പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് രവീന്ദ്രൻ ആശാരി. ചേട്ടാ നമസ്കാരം. നമസ്കാരം. സുഖമാണ്? സുഖമാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം നല്ല വിശേഷം. ഇതൊക്കെ കണ്ട് കൗതുകം അടിച്ചിരിക്കുകയാണ്. ഏട്ടാ ഇത് കൈ കൊണ്ട് തന്നെയാണ്? ഇത് നമ്മുടെ വെട്ടിരുമ്പ്, അതിന്റെ കണക്കിനുള്ള വെട്ടിരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഈ റൗണ്ടിന് വെട്ടേണ്ടതൊക്കെ നമ്മളിങ്ങനെ ഈ റൗണ്ടിന് ഇങ്ങനെ വെട്ടി എടുക്കും. പിന്നെ ചിലതൊക്കെ ചെറിയ ഈ ബ്ലൈഡ് കൊണ്ട് കട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഉള്ള ഇപ്പൊ പിന്നെ ആധുനികമായ എന്തായാലും ചേട്ടന് ആധുനിക ഇപ്പോഴും കൈ ഇപ്പോഴും നമ്മള് പഴയ രീതിക്ക് ഇങ്ങനെ കൈകൊണ്ട് തന്നെ അത് ഇതിപ്പോ ചെറുതായിട്ട് വച്ചു മുറുക്കാനും മറ്റുള്ള കാര്യത്തിനും വേണ്ടിയിട്ടുള്ള ഈ കാണുന്ന മെറ്റലൊക്കെ കട്ട് ചെയ്തെടുക്കാൻ ഇത് നമ്മള് ഇവിടെ കോട്ടാറിൽ ചെന്ന് വാങ്ങും. തകട് കോട്ടാറിൽ ചെന്ന് വാങ്ങി. കാരണം തിരുവനന്തപുരത്ത് ഭയങ്കര വിലയാണ്. അപ്പൊ കോട്ടാറിൽ ചെന്ന് ഇത്തിരി കുറച്ച് ഷീറ്റ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ലാഭം. അപ്പൊ അങ്ങനെ ഇപ്പൊ അതെ നാഗർകോവിൽ കോട്ടാർ. അപ്പൊ ഇപ്പൊ ഏതാണ്ട് ഞാനൊരു 85-ലൊക്കെ ഇത് തുടങ്ങിയതാണ്. അപ്പോൾ ആൾ ഇന്ത്യ ഹാൻഡിക്രാഫ്റ്റിൽ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ ഒരു കുറച്ച് ട്രെയിനിങ് വിദ്യാർത്ഥികളെയൊക്കെ വെച്ച് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് നമുക്ക് ഇത് നല്ല ബിസിനസ്സായിരുന്നു. അതായത് ഞാൻ എറണാകുളം കട്ടായിലൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ ഇവരുടെ സുരഭി എന്നും പറഞ്ഞ് തൃശ്ശൂര്. പക്ഷെ അതെല്ലാം ഇപ്പം ഇതിന്റെ ബിസിനസ് ഇല്ലാതെ വന്നപ്പോൾ അതൊക്കെ ഇപ്പൊ ഇതായിപ്പോയി. ഫാൻസി സെന്റർ ഒരിക്കൽ കട്ടായില് ഞാൻ പിന്നെ കുറച്ച് ഈ പെട്ടിയും കൊണ്ട് ചെന്നപ്പോൾ അന്ന് ഇതാ ഈ ടൈപ്പ് പെട്ടിയാണ്. അപ്പൊ ഇതും കൊണ്ട് ചെന്നപ്പോൾ അവിടെ ഒരു കൊച്ചു പെട്ടിക്കട പോലെ ഇരിക്കുന്നത്. അപ്പൊ കട്ടായി ഒന്നും ഇല്ല, എല്ലാം പോയത്. അപ്പൊ ഒരു സമയത്ത് ഈ ഇതിന്റെ ബിസിനസ് അങ്ങ് മന്ദീ ഭവിച്ചു. അപ്പൊ പിന്നെ നമ്മളും വലിയ കഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പൊ വലിയ കുഴപ്പമില്ലാതെ ആളിന്റെ ഹാൻഡിക്രാഫ്റ്റുകാർ പിന്നെ നമ്മൾ കൊണ്ട് കൊടുക്കും. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാ ജോലിയും. അതെ, ഇതിന്റെ പണി എല്ലാം പിന്നെ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കുള്ള പണിയാണ്. സ്റ്റെയിൻ ചെയ്തെടുത്തിരിക്കുകയാണ്. ഈട്ടിയുടെ ഒരു സ്റ്റെയിൻ. പക്ഷെ ഇത് ഒറിജിനൽ ഈട്ടിയാണ്. അതെ. അപ്പൊ ഇതിന്റെ ഈ വിജാഗിരി ഉൾപ്പെടെ ചേട്ടനല്ലേ കൈ കൊണ്ട് പണിയുന്നത്? വിജാഗിരി നമുക്ക് ഇതൊക്കെ ഇത് നമുക്ക് ഉണ്ടാക്കുന്നത്. മറ്റത് നമുക്കിപ്പോ കൈ കൊണ്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് ഇനി മടങ്ങി അങ്ങ് പോകും. അപ്പൊ ഇതിന് തന്നെ ഇവിടെ 2 തടുപ്പ് നമ്മൾ സാധാരണഗതിയിൽ നമ്മളിങ്ങനെ ഇരിക്കൂല. ഈ ചെയിന് വെക്കുന്നത് ഇതിപ്പോ ഞാൻ നോക്കിയിട്ട് അങ്ങോട്ട് പോകുന്നില്ല. അത് പോകുന്നില്ല. ഇത് ഇങ്ങനെ ഈ കൈപിടികളെല്ലാം ഇത് നമ്മൾ വാങ്ങുന്നത്, ഇത് റെഡിമെയ്ഡ് വാങ്ങണം. അല്ല ഈ അങ്ങനെ ഇതെല്ലാം കൈ കൊണ്ട് ഇതൊക്കെ നമ്മളെ കൈ കൊണ്ടാണ്. ഈ ഹാൻഡിലെല്ലാം നമ്മൾ ഈ കൈ കൊണ്ടെടുത്ത് ഇത് മൊത്തം കൈ കൊണ്ടാണ്. ഈ ആണി ഈ പൂട്ടോ ഇതും നമ്മൾ ഉണ്ടാക്കുന്നത് എന്റെ താക്കോല്. അതാണ് ഈ നമ്മളിപ്പോ വാങ്ങണതെന്ന് ഇപ്പോഴും നമ്മൾ വാങ്ങണതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇതിലൊക്കെ ഒരു പൂട്ടുണ്ടാക്കണമെന്ന് ഒരു ദിവസത്തെ പണിയാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഈ അതിനുള്ള ഇത് നമുക്ക് അതിനാണ് നമ്മളിതാ ഈ ഒരു പൂട്ട് വാങ്ങി വെക്കും. പക്ഷെ ഇത് അതൊരു ചന്തമില്ല. മറ്റത് ഇതൊരു കാണാനൊരു മഹിമ, ഒരു ചന്തമൊക്കെ ഉണ്ട്. പക്ഷെ ഇത് കാണുമ്പോഴത്തേക്കും പക്ഷെ ഈ താക്കോല് കാണുന്നുണ്ട്. ഇതിന്റെ ഒരു ശരിക്കും പറഞ്ഞു ഇപ്പൊ ഞാൻ പറയുന്നത് ഈ ഒരു പെട്ടി 5300 രൂപ എന്ന് പറഞ്ഞ് ആയിക്കോട്ടെ, അത് എത്ര ആയിക്കോട്ടെ. ഇപ്പൊ ഒരാൾ ഇത്രയും വിലയാണ്. പക്ഷേ ഈ ഒരു പെട്ടി ഒരു വീട്ടിൽ വാങ്ങിച്ചു വച്ചാൽ ഇത് എത്ര തലമുറ അവർക്കിരിക്കും.
അത് ചിന്തിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഒരു വില പറയുമ്പോൾ ഇത് തന്നെ എത്ര ദിവസത്തെ പണിയാവുമെന്നറിയാം. ഇത് വിജാവരി കോട്ടിയെടുത്ത് ഈ ലോക്ക് ഈ ആണി വരെ നമ്മൾ നിർമ്മിക്കുന്നതാണ്. ഈ ആണി നമ്മൾ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഇതല്ല, ഇത് റെഡിമെയ്ഡാണ് ഈ ആണി. അതേസമയത്ത് ഇത് നമ്മൾ നിർമ്മിക്കുന്ന ആണിയത്. അതായത് പിന്നെ കമ്പി വാങ്ങിച്ച് അടിച്ച് അല്ല കട്ട് ചെയ്ത് ഒലയിലിട്ട് കാച്ചും. ഒരു ദിവസം ഇരുന്ന് ഞാൻ പോലും ഒരു 50 ആണി അടിക്കും ഇതിന്റെ. ഒരു ദിവസത്തെ ആ ഒരു ആണിയുടെ വിലയാണ്. പിന്നെ ഈ ഉദ്ദേശം ഈ ഒരു പെട്ടിക്ക് എത്ര രൂപ വില വരും? ഇതിന് നമുക്കൊരു 10,500 രൂപ കിട്ടണം. 10,500. അത് 10,500 രൂപ അല്ല, അത് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അങ്ങനെ ഒരുപാട് വില കിട്ടാൻ നമുക്ക് വിൽക്കാൻ വെക്കാതെ. അല്ല ഏട്ടാ, ഞാൻ ചോദിക്കുന്നത് ഈ 10,000 രൂപ ചേട്ടൻ പറഞ്ഞേ, ഈ 10,000 രൂപ ഈ തടിയുടെ വിലയും ഈ പണിക്കൂലിയും ശരാശരി ഒരു ദിവസത്തെ ഇന്നത്തെ പണിക്കൂലി വെച്ച് നോക്കണമെന്നുണ്ടെങ്കിലും ഒരു ദിവസം ഒരു 1000 രൂപയെങ്കിലും കിട്ടണ്ടേ? ഇത് എത്ര ദിവസം കൊണ്ട് ഒരു പെട്ടി പണി? ഈ പെട്ടിയുടെ പണി എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടി ജോബ് എന്ന് പറയാൻ കാര്യം ഇത് ഈ ഒരു 1/2 ഇഞ്ച് ഈ ഒരു പലകയിലാണ് ഇത് ഈ ഗ്രൂ വന്ന് ഇറങ്ങിയിരിക്കുന്നുണ്ട്. ഇതൊന്നും ജോയിന്റ് അല്ല. അതേസമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇപ്പോഴും ചില പെട്ടികളൊക്കെ ചെയ്യുന്ന ഇവിടെ ഒരു ചീളി വെക്കും. ഇത് കണ്ട ഈ ഒരൊറ്റ പലകയിലാണ് ഈ തൂക്ക് വന്ന് ഇറങ്ങിയതും ഇവിടെ കോലം ചെയ്തെടുത്തിരിക്കുന്നതും വേണ്ട. ഇതൊരു സിംഗിൾ പലക, ഈ 1/2 ഇഞ്ച് പലകയിലാണ് ഈ ഒരു പീസ് അതുവരെ അതിലാണ് വന്നിരിക്കുന്നത്. അല്ല നമ്മൾ ഇവിടെ ഒരു പീസ് വെച്ചല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പീസ് വെച്ചിട്ടില്ല, ഇവിടെ ജോയിന്റ് ചെയ്തിട്ടില്ല. മറ്റേതല്ല ഇപ്പൊ ചിലരൊക്കെ ഈ ഈ 1/2 ഇഞ്ച് പലകയിലല്ലേ ഇത് അടിച്ചു നിർത്തിയിരിക്കുന്നത്. ഇത് അടിച്ചു അടപ്പുണ്ട്. അത് നമ്മൾ അങ്ങനെ ചെയ്യും. തുണി എന്താണ്? വെൽവെറ്റാണ്. ഇത് വെൽവെറ്റാണ്. ഇത് ഗംഭീരമായിട്ടുണ്ട്. അത് വെൽവെറ്റാണ്. ഇതാണ് ഞാൻ നേരത്തെ ഇതുമായിട്ട് തമ്മിലുള്ള വ്യത്യാസം. ഇത് ഈ റെഡിമെയ്ഡ് വിചാരി വെച്ചേക്കുന്നുണ്ടായിരിക്കും ഈ ചങ്ങല. അല്ല, ഇത് റെഡിമെയ്ഡ്, ഇത് നമ്മൾ ഉണ്ടാക്കിയ വിചാരി. ഇതാണ് ഇത് ഡിസൈൻ വിചാരി. ഡിസൈൻ വിചാരി. അപ്പൊ അതങ്ങനെ ചെയിൻ വെച്ചാലേ ഇതണ്ട ബാക്കില് ഈ ഡിസൈനാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് കോസ്റ്റ്ലി ആവട്ടാണ് നമ്മളിത് ഇവിടെ കണ്ട മുറിച്ച് കളഞ്ഞിട്ട് വാങ്ങിയ വിചാരി വെച്ചിട്ടുണ്ട്. അത് നിന്നോണ്ടിരിക്കുകയാണ്. പിന്നെ അല്ല, ഇതാരും മഹത്തായ ഈ കലയൊക്കെ അങ്ങനെ ഈ ആരും ഇല്ലാത്ത പാരമ്പര്യം ഇല്ലാതെ പോകുക എന്ന് പറയുമ്പോഴേ ഇതൊക്കെ സർക്കാർ ഏറ്റെടുത്ത് ഇതിനു വേണ്ടി ഒന്ന് പരിശീലനമൊക്കെ കൊടുത്ത് ഇതൊക്കെ ഒരു പുതിയ സ്റ്റാർട്ടപ്പുകളൊക്കെ ആക്കി മാറ്റേണ്ടതാണ്. നമുക്ക് പലരും ഇങ്ങനെയുള്ള കലാകാരന്മാരൊന്നും ഒരിക്കലും അങ്ങോട്ട് അതായത് അതിനുള്ള വരുമാനം കിട്ടുന്നില്ല, കുടുംബം കഴിയാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് അതിന്റെ ഒരു ഇതിന്റെ എക്സിബിഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടോ ഏട്ടാ? ഇല്ല, ഞാൻ അതിനൊന്നും പറ്റില്ല. ഞാന് പണ്ട് കാലങ്ങളിൽ ആള് വെച്ച് ഇവിടെ ഇരുന്ന് പണി ചെയ്ത് അതൊക്കെ വലിയ പെട്ടികളാണ്, ഈട്ടിപ്പെട്ടികളാണ്. അതെനിക്ക് ഹാൻഡിക്രാഫ്റ്റുകാര് എനിക്കൊരു ഓർഡർ തന്നതാ പിന്നെ ഇംഗ്ലണ്ടിൽ. അപ്പൊ അത് ഈട്ടിയാണ്, അത് ഒറിജിനൽ ഈട്ടിയാണ്. അത് 2 അടി 18 ഇഞ്ചാണ് ആ പെട്ടിയില്. ഭയങ്കര പെട്ടിയാണ്. അല്ല, ഇതിപ്പോ ഒരു മാസത്തില് എത്ര പെട്ടി ഉണ്ടാക്കാൻ പറ്റും ഒരു ഉദ്ദേശം? അങ്ങനെ നമ്മളൊരു കണക്ക്, അതായത് ഈ ഒരു പെട്ടി തടിപ്പെട്ടി തന്നെ 2 ദിവസത്തെ പണിയാണ്. തടിപ്പെട്ടി ഇതൊരു ഡിഫിക്കൽട്ടി ജോബാണ് ഈ പെട്ടിയുടെ. അതേസമയത്ത് ഇത് കുറെ കൂടെ എളുപ്പമാണ്. ഇതെന്നറിയാം, ഇത് കണ്ട തള്ളിട്ടാക്കുന്നത്. അപ്പൊ ഇതിന് വേറെ ഇത് കോരൊന്നുമില്ല. ഇത് വന്ന് ഇതില് തന്നെ കൊണ്ടിരിക്കും. ഇത് അതല്ല, അതാണ് പണിയുടെ ഒരു വ്യത്യാസമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ചേട്ടൻ ഗൾഫിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇത് തന്നെയാണ് ചെയ്തത്? ഗൾഫില് പോയി അവിടെ ചെയ്തു. അപ്പോഴ് നമ്മുടെ അപ്പൊ അവർക്ക് എത്ര കാലം ഗൾഫിലുണ്ടായിരുന്നു? ഞാൻ കുറച്ചു കാലമുള്ളൂ. അപ്പൊ അവർക്ക് ഇതിനെപ്പറ്റി ഗ്രാഹ്യമില്ല. എന്നാലും ഇതേപോലത്തെ പെട്ടി ചെയ്തതെല്ലാം അമേരിക്കക്കാരും ഒന്ന് വാങ്ങിച്ചു. അത് അപ്പോഴും തന്നെ വിറ്റുപോയി. പിന്നെ ഈ ക്യാഷ് ബോക്സ് എന്നും പറഞ്ഞ ഒരു ടൈപ്പ്, അത് മാത്രം ഇതേപോലെ അതൊരു ചെറുതാണ്. അതിപ്പോ എന്റെ കയ്യിലില്ല. ചെറിയ പെട്ടി അത് അങ്ങനെ വാങ്ങൂല. അതൊരു ക്യാഷ് ബോക്സ് എന്നാണ് അതിന്റെ പേര്. നമ്മള് പണ്ട് കൊടുക്കുന്ന അറബി ചെസ് എന്നും പറഞ്ഞാണ് കൊടുക്കുന്നത്.
അപ്പൊ അങ്ങനെ നമ്മൾ കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ അതത്ര വിറ്റില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഈ സാധനം എന്ന് പറയുന്നത് അമേരിക്കക്കാർ ആ ചെയ്ത് വയ്ക്കും മുമ്പേ എടുത്തോണ്ട് പോകും. ഈ തൃശ്ശൂലം എന്ന് പറയുന്നത് മൊത്തത്തിൽ കൈക്ക് ചെയ്ത അത് കൈക്ക് ഇതെങ്ങനെയാണ് ഇങ്ങനെ അത് ഉയർത്തിയെടുക്കുന്നത് നമ്മൾ തടിയിൽ ഇങ്ങനെ കുഴിച്ചടിച്ചിട്ട് ഒരു റൗണ്ട് ഇതിനൊക്കെ വേറെ കമ്പി പോലെ ഉണ്ട്. അതിനെ എടുത്തു വെച്ച് ഈ ചിറ്റിയിലിട്ട് ഇങ്ങനെ ഞാൻ പറയാൻ കാര്യം സാധാരണ നമ്മൾ ഇതേപോലെ ഏതെങ്കിലും ഒരു മെറ്റലില് നമ്മൾ തട്ടി കഴിഞ്ഞാൽ ചുളിവ് വരും. അല്ല അത് ഒരു കണക്ക് നോക്കുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാനും നമുക്കൊരു പ്രാക്ടിക്കലി ഉണ്ട്. പിന്നെ നമ്മൾ ഒരു ദൈവം തന്ന ഒരു അനുഗ്രഹം എങ്ങനെ അല്ല നമ്മളൊരു വർക്ക് പൂർണ്ണതാവണമെങ്കിൽ ദൈവം തന്ന ഒരു ബ്ലെസ്സിങ് വേണം അല്ലേ? അല്ലാതെ ഇപ്പൊ നമ്മളെ കൊണ്ട് ഒന്നിനും കഴിയില്ല. ഇപ്പൊ ഞാൻ തന്നെ ഇങ്ങനെ ചെയ്തു വെക്കുന്നു, ഞാൻ നോക്കും ഇതിൽ ഇനി എന്തെങ്കിലും പൂർണ്ണത ആവാനുണ്ടോ, പണി തീർന്നതിന് ശേഷം ഇനി ഒന്നും കൂടെ എന്താണ് അതിന്. അപ്പൊ നമ്മൾ അങ്ങനെ അത് നമുക്ക് ദൈവം തന്ന ഒരു ഡ്രസ്സാണ്. അതിൽ കവിഞ്ഞ് നമുക്ക് നമ്മളെ പറ്റി ഒന്നും പറയാനില്ല. അല്ല ഇതൊക്കെ ഇത് ചെയ്യാൻ അസാധ്യ ക്ഷമ വേണം. ഈ ഇത്രയും ഈ മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ പ്രത്യേകിച്ച് നമ്മളൊരു പേപ്പറിലൊക്കെയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നാൽ പോലും ഒരു ടൈം കഴിയുമ്പോ നമ്മള് മുഷിയും. മെറ്റലാകുമ്പോഴും അത്രയും ക്ഷമ. അത് ഈ പിത്തളയ്ക്കൊരു കാര്യമുള്ളതേ, നമ്മളിപ്പോ ഇതിനെ ശരിയാക്കാൻ ഇങ്ങനെ അടിക്കരുത്. കൂടുതൽ അടിച്ചാൽ ഇത് എങ്ങോട്ടെങ്കിലും പോകും. ഇത് ടെമ്പർ ആയിക്കൊണ്ട് വരും. പിന്നെ നമുക്ക് അതിനെ ഒരു പൂർണ്ണസ്ഥിതിയിൽ അടിച്ച് ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ പ്രാക്ടിക്കലിയിലൂടെ അത് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനൊക്കെ ഇപ്പൊ കുറെ വർഷം കൊണ്ട് ഇത് ചെയ്യുന്നത് കൊണ്ട് നമുക്കതൊരു പിന്നെ വേറെ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഇപ്പൊ ഞാനിത് ഒറ്റയ്ക്ക് ചെയ്യുക ഇതുപോലെ ഉള്ളത്. അതിപ്പോ ആർക്കെങ്കിലും നിലവിൽ ഈ ഒരു പെട്ടി ഇപ്പൊ എത്ര രൂപ ചേട്ടാ? ഇത് വിലയെന്ന് പറയുമ്പോൾ നമ്മളൊരു 5300 രൂപയാണ് നമ്മുടെ ഇത്. പക്ഷെ പിന്നെ അതൊന്നും തരാൻ പിന്നെ ചിലരൊക്കെ മടിക്കും. അതുകൊണ്ട് പിന്നെ നമ്മളെ കുറച്ചും കൂടെയൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് കൊടുക്കും. കാരണം നമുക്കിപ്പോൾ ഇത് വച്ചിരുന്നിട്ടൊന്നും ചെയ്യാനില്ല. ഇത് വന്നിരുന്ന ഇത് ഇത്രയും ജോലി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ബാർഗൈനിങ് ചെയ്യുന്നുണ്ടില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും എന്തായാലും പൈസ ഇല്ലല്ലോ, ഇത് അതാണ് വെറുതെ ചെറിയ ജോലിക്കൂലിയും കിട്ടും. മീനും മരിച്ചിനി മാറ്റൊന്നും കഴിയാം. അപ്പൊ അതുകൊണ്ടൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഇത് ചെയ്യുന്നതും നമുക്കൊരു വലിയ സംതൃപ്തി. ഈ കാൽപ്പെട്ടി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അല്ല ഇത് തെറ്റിയല്ല, ഇത് പഴയ തടിയാണ്. നമ്മുടെ വീടിന് വേണ്ടി നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മളെ വീട്ടിന് വേണ്ടി നമ്മൾ കുറച്ച് ചെയ്യണം. ഇതെന്നറിയാം. ഇപ്പൊ ഞാനിത് ചെയ്യുന്നു, നമ്മളെ ഈ കാലം കഴിഞ്ഞാൽ പോലും ഇതൊരു അഹങ്കാരമായിട്ട് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇതാണ് എന്റെ കാലിൽ ഉപയോഗിക്കുന്നത്. ഇത് വലിയ കാലം, അത് ചെറിയ പെട്ടിക്കുള്ള കാലാണ്. ഇതും ചെയ്തെടുക്കുന്നതില്ല. ഇത് നമ്മള് ഈ മോൾഡ് ചെയ്യും എന്നിട്ട് ഉരുക്കി ഒഴിക്കുകയാണ്. ഇത് കംപ്ലീറ്റ് പിന്നെ നമ്മൾ രാവി ഫിനിഷ് ചെയ്യാണ്. അത് മോൾഡ് ചെയ്തത് കണ്ടാ നിങ്ങൾ ചിലപ്പോ ഇത് ഇത്രയും എങ്ങനെ ആക്കി എന്ന് തോന്നും. അല്ല എനിക്കത് മനസ്സിലായി. കാരണം ഇതിന് കളിമണ്ണിൽ ഒരു മോൾഡ് ഉണ്ടാക്കിയതിന് ശേഷം അതിനെ മെഴുകു വെച്ച് കറക്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് അത് റഫാണ്. എന്നിട്ട് നമ്മൾ ഇതിനെ അത് തന്നെ അതൊരു പരുക്കനായിരിക്കും ഉണ്ടാക്കുമ്പോ പരുക്കനായിരിക്കും. കുക്കിരിക്കട്ട പിന്നെ ഇതിനെ ചീകി രാഗിയാണ് ഇങ്ങനെ. അപ്പൊ പിന്നെ നമ്മൾ ഇത്രയും കാലം ബുദ്ധിമുട്ടിയാലും നമുക്ക് ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു സുഖം മനസ്സിലായി. അത് ചില ജോലികൾ അങ്ങനെയാണ്. നമ്മള് സാമ്പത്തികം ഇല്ലെങ്കിലും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ അതാണ്. ഇപ്പൊ ഞാൻ പക്ഷെ അതിനുള്ള മേന്മ നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ ഈ ജോലി ചെയ്യുന്നതിലുള്ള ഒരു സന്തോഷം പിന്നെ അത് അങ്ങനെയാണ്. ഞാൻ തലകുത്തി മറിഞ്ഞെന്നും പറഞ്ഞു നമ്മള് അതാണ് നമ്മള് ഒരു കർമ്മ ഫിലോസഫി. ആ റൂട്ടിൽ കൂടെ നമുക്ക് നീങ്ങാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞിട്ട് അന്ന് നിങ്ങളെ കാണാൻ തുടങ്ങിയപ്പോഴേ ഇതാണ് നിങ്ങളുടെ ഫീൽഡ്. പക്ഷെ എന്താണ് എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്കേ അറിയാം.
അതിലെന്താണ് നിങ്ങൾക്ക് വരുന്നത്, എന്താണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുന്നത്, അത് നിങ്ങൾക്കേ അറിയാം. എന്നാലും നിങ്ങളിത് വിടുമെന്ന് ചോദിച്ചാൽ അതെന്താണ്, അതിലാണ് നിങ്ങൾ സംതൃപ്തരാകുന്നത് അല്ലേ? ഇങ്ങനെ ഇപ്പൊ ഇതുപോലെ പലരെയും കണ്ട് പിന്നെ നമ്മൾ ഒരുപാട് കലാകാരന്മാരെ പുതിയതായിട്ട് പരിചയപ്പെടാൻ പറ്റും. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ജനങ്ങളിലോട്ട് എത്തിക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും, കൂടുതൽ പഠിക്കാൻ പറ്റും. നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു നിറവാണ്. ഇത് ആദ്യം പേപ്പറിൽ സ്കെച്ച് ചെയ്യാം. പേപ്പർ നമ്മൾ എടുത്തിട്ട് ഇതിന് വെട്ടിയാണ് എടുക്കണം. ഇത് നമ്മൾ ഈ ചെറിയ കട്ടറാണ്, ചെറിയ ഹാൻഡ് കട്ടറാണ്. ഇതെല്ലാം ഹാൻഡ് വർക്കാണ്, മെഷീനൊന്നുമല്ല. പിന്നെ ഈ പോളിഷ് ചെയ്യുന്നത് മാത്രം, അതായത് റഫ് തകടല്ലി വരണം. അപ്പൊ ഇതിനെ നമ്മൾ എന്തായാലും പഫിങ് നമുക്കുണ്ട്. അത് നമ്മൾ പഫ് ചെയ്ത് എങ്കിലേ നമുക്ക് ഇത് ഇങ്ങനെ ആക്കാൻ പറ്റും. പിന്നെ ഇതില് ഏറ്റവും വലിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ആർട്ടിസ്റ്റിക് സെൻസ് വേണം, ഒരു വരയ്ക്കാനുള്ള ഒരു കഴിവ് വേണം. പിന്നെ ഇപ്പൊ ഓർഡർ വരുന്നുണ്ടോ ചേട്ടാ? ഇപ്പൊ ഓർഡറൊന്നും വരുന്നില്ല, നമ്മൾ ചെയ്ത് അവരെടുക്കും. പിന്നെ ഇതിപ്പോ മാന്നാറില് ഒരു പാർട്ടിക്ക് വേണ്ടി രണ്ടെണ്ണം ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ ചെങ്കല്ലൂർ അവിടെയാണ് ഈ കൂടുതലും പിത്തള മോൾഡിങ്ങിന്റെ ഒരു ശൃംഖലയാണ്. അപ്പം പുള്ളിക്ക് ഒരു 2 പെട്ടി വേണമെന്ന് പറഞ്ഞ് പുള്ളി ഇപ്പൊ വരും. അങ്ങനെ ഇത് പുള്ളിക്ക് വേണ്ടി ഇത് ഈ എംബ്ലം എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ ബ്രഹ്മകുമാരീസ് സ്പിരിച്വൽ ഓർഗനൈസേഷൻ. എനിക്കറിയാം. അപ്പൊ ആ ബ്രഹ്മകുമാരീസിന്റെ ഇതിനെ നമ്മൾ സങ്കല്പിക്കുന്ന ഭഗവാൻ ശിവൻ എന്നുള്ളതാണ്. ആ ശിവന്റെ ഒരു പ്രഭ. അപ്പൊ ഇത് ബ്രഹ്മകുമാരീസിലുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു പെട്ടി വേണമെന്ന് പറഞ്ഞപ്പോ ഇത് അദ്ദേഹത്തിന് ഞാൻ ചെയ്തതാണ്. അപ്പൊ ഞാൻ ഇതും കൂടെ ഈ ബ്രഹ്മകുമാരീസിൻ്റെതായപ്പോ നമ്മൾ ഇതും കൂടെ ഇട്ടു. അതാണ് ഈ നക്ഷത്രങ്ങളുടെ. അതായത് ഞാന് ഈ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് ഈ ഗോൾഡുകാരുടെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ അവര് ഈ 5 എണ്ണം ഇടൂല. അങ്ങനെ എനിക്ക് 4 എണ്ണം. ഞാൻ അത് പറ്റില്ല, നക്ഷത്രം തന്നെ അല്ലേ? നമ്മളിപ്പോ അവര് ചെയ്യുന്ന ഒരു 4 എണ്ണം വച്ച് ചെയ്ത് അപ്പൊ ഞാൻ ഇതാ നക്ഷത്രം. അപ്പൊ നമ്മൾ നക്ഷത്രം ചെയ്യുമ്പോൾ അത് സ്റ്റാർ തന്നെ ആയിരിക്കും. അതായത് ഇതെന്ന് പറയുന്നത് ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ചിലപ്പോ നമ്മൾ ചെയ്യുമ്പോൾ ഒന്നൊക്കാതെ വരും. അപ്പൊ സ്റ്റാർ നമ്മൾ ചെയ്താൽ അത് സ്റ്റാർ തന്നെ ആയിരിക്കണം. അല്ലാതെ ഇപ്പൊ 4 എണ്ണം വിട്ട് ഇങ്ങനെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഒക്കൂല, അത് ഒക്കൂല. അപ്പൊ നമ്മൾ ചെയ്യുമ്പോ അതിന്റെ ഒറിജിനാലിറ്റി തന്നെ അല്ലേ? നമുക്ക് ഈ പൈസ അല്ലേ ഇവിടെ കാര്യം, നമുക്ക് ചിലപ്പോ മുതലാവൂല. ഇത്തരത്തിലുള്ള വൈഭവങ്ങൾ നമ്മുടെ നാട്ടിൽ കുറഞ്ഞു വരുന്നു. ഇതിനൊക്കെ വിദേശത്ത് ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് രവിചേട്ടൻ പറയുകയും ചെയ്തു. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴും ഇത്തരം പാരമ്പര്യ കലകളെ പ്രചോദിപ്പിക്കേണ്ടതും വികസിപ്പിക്കേണ്ടതും നമ്മുടെ കൂടെ കടമയാണ്. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.